ആലപ്പുഴയിലെ ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2021 ഡിസംബർ 19 രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 15 പ്രതികളാണ് വിചാരണ നേരിട്ടത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, നാടിനെ നടുക്കിയ കൊലപാതകങ്ങളായിരുന്നു. രഞ്ജിത്തിന് മുൻപ് ഷാന്റെ കൊലപാതകം നടന്നിരുന്നു, നമുക്കറിയാം. അതിനുശേഷം ഒരു ദിവസം മണിക്കൂറുകൾക്കകമാണ് രണ്ടാമതൊരു കൊലപാതകം കൂടി നടന്നത്. SDPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഷാന്റെ കൊലപാതകത്തിലുള്ള വിചാരണയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിലെ വിധി വരുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകം, ആലപ്പുഴ തന്നെയല്ല കേരളത്തെ ആകെ ശ്രദ്ധ ചെലുത്തിയ ഒരു കൊലപാതകമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെയും ഒപ്പം തന്നെ ഷാന്റെയും വധക്കേസ്. അതായത് SDPIയുടെ നേതാവായ ഷാൻ കൊല്ലപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആലപ്പുഴയിൽ OBC മോർച്ചയുടെ നേതാവായിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു കേസ്. വളരെയധികം ശ്രദ്ധ നേടിയ കേസുകളിലൊന്നാണിത്. കാരണം 13 വയസ്സുള്ള മകളുടെയും ഒപ്പം തന്നെ 60 വയസ്സോളം ഉണ്ടായിരുന്ന അമ്മയുടെയും ഭാര്യയുടെയും സഹോദരനെയും ഒക്കെ മുമ്പിൽ വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തുകയും മുഖം വികൃതമാക്കുന്ന രീതിയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മാവേലിക്കര സെഷൻസ് കോടതി അല്പസമയത്തിനകം വിധി പറയാൻ പോകുന്നത്. ഡിസംബർ 22 കഴിഞ്ഞ ഡിസംബർ 19 ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കൊല ചെയ്യപ്പെടുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം SDPI നേതാവായ ഷാനിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ RSSകാരാണ്, BJPക്കാരാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതിന്റെ പ്രതികാരം എന്നോളമാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു കുറ്റപത്രത്തിൽ അടക്കം വിവരിച്ചിരുന്നത്. കൃത്യമായ ഒരു പദ്ധതി രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഷാൻ കൊല്ലപ്പെട്ട അന്ന് രാത്രി 1 മണിക്ക് തന്നെ ഈ രഞ്ജിത്തിന്റെ വീട് കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തകർ എത്തിയിരുന്നു. പിന്നീട് അവിടെ ആ സമയം സാഹചര്യം മോശമല്ല എന്ന് കണ്ടുകൊണ്ട് പോവുകയും രാവിലെ 6:00 എത്തി ഇവരെ 15ഓളം പ്രവർത്തകർ ഈ രഞ്ജിത്തിന്റെ വീട്ടിലെത്തി രഞ്ജിത്തിന്റെ രക്ഷകർത്ത അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ മുമ്പിൽ വെച്ച് കൃത്യം നിർവഹിച്ച് കടന്നു പോവുകയായിരുന്നു. ഇത്തരത്തിൽ അന്ന് ഈ സംഭവം ഉണ്ടായി രഞ്ജിത്ത് കൊല ചെയ്യപ്പെട്ട് കിടന്ന് പോലീസ് എത്തുന്നവരെയും ആ വീട്ടിൽ ആ രക്ഷകർത്താക്കളുടെയും ഒപ്പം തന്നെ മക്കളുടെയും മുന്നിലാണ് ആ മൃതദേഹം കിടന്നത് എന്നുള്ളതാണ്. അതിക്രൂരമായി തന്നെയായിരുന്നു ആ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ മാർഗവും അതിക്രൂരമായിരുന്നു. മുഖമൊക്കെ തന്നെയും വികൃതമാക്കിയ രീതിയിലായിരുന്നു അത്തരത്തിലൊരു കൊലപാതകം അന്ന് നടന്നത്. എന്തായാലും ഈ സംഭവത്തിൽ, ഈ ഇരട്ട കൊലപാതകത്തിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിലാണ് ഇന്ന് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി ശ്രീദേവി ഇന്ന് വിധി പറയാൻ പോകുന്നത്. ഈ കേസിന്റെ വിചാരണ കാലയളവിലുടനീളവും പല നാടകീയമായ സംഭവങ്ങളും നടന്നു എന്നുള്ളതാണ്. ഈ മാർച്ച് 18 അതായത് ഡിസംബർ 19 സംഭവം നടന്നതിന് ശേഷം മാർച്ച് 18 15 പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അതിനുശേഷം പിന്നീട് ഏപ്രിൽ 26 കേസ് ആലപ്പുഴ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ഈ കേസ് എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ കോടതിയെ സമീപിച്ചു. കാരണം അവർ പറഞ്ഞത് രഞ്ജിത്ത് പ്രാക്ടീസ് ചെയ്തിരുന്ന കോടതി, അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്ന കോടതിയാണ് ആലപ്പുഴ കോടതി. ഒപ്പം തന്നെ രഞ്ജിത്തിന്റെ ഭാര്യയും അവിടെ അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കോടതി മാറ്റി നൽകണമെന്നുള്ള ആവശ്യം അവർ പറഞ്ഞു. തുടർന്ന് ഒക്ടോബർ 10 പ്രതികളുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റി എന്നുള്ളതാണ്. ഡിസംബർ 16 ഈ കേസിൽ കുറ്റപത്രം വായിക്കുന്നു. ജനുവരി 16 കേസ് വിചാരണ ഫെബ്രുവരി 16 മുതൽ തുടങ്ങാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മാവേലിക്കര സെഷൻസ് ജഡ്ജി VG ശ്രീദേവി ഉത്തരവിട്ടതിനു ശേഷം ഈ കേസ് പരിഗണിക്കാനായി എടുക്കുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകൻ ഇല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഈ കേസ് വിചാരണ ആരംഭിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ വീണ്ടും കോടതിയെ സമീപിക്കുന്നു. പിന്നെ ഇവർക്ക് അഭിഭാഷകനെ വെക്കുന്നതിന് വേണ്ടിയുള്ള സമയം വേണം എന്ന് പറയുന്നു. തുടർന്ന് പിന്നീട് മാവേലിക്കര കോടതി തന്നെ തീരുമാനിച്ച ഹൈക്കോടതി സമീപിക്കുന്നു. ഹൈക്കോടതി തീരുമാനിച്ച അഭിഭാഷകനെ കണ്ടെത്താൻ നൽകിയ സമയം കഴിഞ്ഞിട്ടും പിന്നീട് കോടതിയിൽ ഇവരെ അഭിഭാഷകൻ ഇല്ല എന്നുള്ള ന്യായം വീണ്ടും മുന്നോട്ട് വെക്കുന്നു. തുടർന്ന് ആ കോടതിയിൽ തന്നെയുള്ള മറ്റൊരു അഭിഭാഷകനെ ഈ കേസ് ചുമതലപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ജഡ്ജി ശ്രീദേവി തീരുമാനം അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നാൽ ആ അഭിഭാഷകന് വേണ്ട എന്നുള്ള നിലപാട് ഇവർ സ്വീകരിക്കുകയും വീണ്ടും അഭിഭാഷകൻ ഇല്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട്
ഇവരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയുടെ തീരുമാനത്തനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും ചെയ്തു. പിന്നീടാണ് ഈ കേസിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്തത്. അതിവേഗത്തിലാണ് വിചാരണ പൂർത്തീകരിച്ചത്. 49 ദിവസം നീണ്ടുനിന്ന ഈ കേസിൽ 156 സാക്ഷികളെയാണ് വിസ്താരം പൂർത്തിയാക്കിയത്. അതിൽ രഞ്ജിത്തിന്റെ അമ്മയും ഈ കുട്ടികളും ഉൾപ്പെടെയുള്ള ഭാര്യയും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ കോടതി അവരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി. പ്രതികളെ പിന്നീട് കോടതി ഒക്ടോബർ 13 പ്രതികളുടെ വാദം കേട്ടു. അവർ 6000-ഓളം പേജുകളിലായി അവർ പറഞ്ഞ വിവരങ്ങളും കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് ഡിസംബർ 15 കേസിൽ അന്തിമവാദം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് വിധി പറയാനായി മാറ്റിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലടക്കം നയിച്ച കേസുകളിൽ ഒന്നായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. ഇതിലേക്ക് നയിച്ച ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കോടതി വിധി വന്നിരിക്കുന്നു. 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 15 പ്രതികളാണ്. 15 SDPI പ്രവർത്തകരാണ് വിചാരണ നേരിട്ടിരുന്നത്. പ്രതികൾ ഇപ്പോൾ റിമാൻഡിൽ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിച്ചിരിക്കുന്നത് ഈ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ശരണ്യ, അതെ, അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തെ തന്നെ ഞെട്ടിച്ച കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസ്. കാരണം രഞ്ജിത്തും ഷാനും കൊല്ലപ്പെടുന്നതും ഈ 2 രാഷ്ട്രീയ കൊലപാതകങ്ങളും പിന്നീട് വളരെയധികം ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ കേരളം ശ്രദ്ധിച്ച കേസുകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. കാരണം അമ്മയുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച്, വയോധികയായ അമ്മയുടെയും കുട്ടികളുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് ഈ അച്ഛനെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഒരാളെ അത്ര ക്രൂരമായി കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടം കൊണ്ട് ഈ പ്രതികൾ ഈ രഞ്ജിത്തിന്റെ തലക്കടിക്കുകയും ഒപ്പം തന്നെ മരണപ്പെട്ടതിന് ശേഷവും വീണ്ടും മുഖമടക്കം വികൃതമാക്കുന്ന രീതിയിൽ വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. തുടർന്ന് ഈ കേസിലാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത്. 15 SDPI പ്രവർത്തകരായ 15 പേരും കുറ്റക്കാരാണ് എന്ന് വിധിച്ചുകൊണ്ടാണ് മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി. അതാണ് ശരണ്യ, കുറ്റപത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകുമ്പോൾ കുറ്റപത്രത്തിൽ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശരണ്യ നേരത്തെ പറഞ്ഞതുപോലെ അതിക്രൂരമായാണ് രഞ്ജിത്തിനെ കൊല ചെയ്തത് എന്നുള്ള കാര്യം. ഈ 15 പേർ പ്രതികളെന്ന് പറയുമ്പോൾ അതിൽ 10 പേർ അടങ്ങുന്ന സംഘമാണ് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് കയറിയതെന്നും അവർ അവിടെ നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചന പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ കൂടം കൊണ്ട് തലയ്ക്കടിക്കുക, അതിനുശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. 30-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു രഞ്ജിത്തിന്റെ ശരീരത്ത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തെളിവുകൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നില്ലേ? 1000-ഓളം രേഖകളും 100-ലധികം തൊണ്ടിമുതലുകളുമാണ് ഈ കേസിൽ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരുന്നത്. ശരി, ഞാൻ ശരണ്യയിലേക്ക് വരാം. ഇപ്പോൾ 15 പ്രതികളും രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ കേസിന്റെ നാൾവഴികളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറ്റപത്രത്തിൽ അടക്കം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിക്രൂരമായാണ് രഞ്ജിത്തിനെ കൊല ചെയ്തത് എന്നുള്ളതാണ്. അശ്വതി, കേരളം ഉറ്റുനോക്കിയ നിഷ്ഠൂരമായ കൊലപാതകത്തിലെ വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. 15 പ്രതികളും ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഈ 15 പ്രതികളും 15 പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശിക്ഷാവിധി ഇന്നോ അല്ലെങ്കിൽ പിന്നീടോ പ്രസ്താവിക്കും. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരുന്നത്. നാടിനെ തന്നെ നടുക്കിയിരുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് SDPI നേതാവും BJP നേതാവും അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. SDPI നേതാവ് കൊല്ലപ്പെട്ടതിന് ആനുപാതികമായി ഒരു പകരം വീട്ടൽ എന്ന രീതിയിലായിരുന്നു ഈ കൊല നടത്തിയത് എന്നാണ് ആദ്യഘട്ടങ്ങളിൽ പുറത്തു വന്നത്. ഏതായാലും 49 ദിവസത്തെ വിചാരണയ്ക്കൊടുവിലാണ് ഈ കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും 15 പേരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പോലും കാരണമായ ഒരു കേസാണ് ഈ രഞ്ജിത്ത് കൊലപാതക കേസ്. കൊല നടത്തിയത് ഏറ്റവും നിഷ്ഠൂരമായി എന്ന് പറയുമ്പോൾ രഞ്ജിത്തിന്റെ വീട്ടിൽ രാത്രിയിൽ ഈ പ്രതികൾ എത്തിയിരുന്നു. രാത്രി 1 മണിയോടെ പ്രതികൾ എത്തിയിരുന്നു. എന്നാൽ അന്ന് ആ സമയത്ത് കൊലപാതകം നടത്താൻ സാധിച്ചില്ല. തുടർന്ന് പ്രതികൾ മടങ്ങിപ്പോയി. പിന്നീട്
ഡിസംബർ 19 രാവിലെ 6 മണിക്ക്, അതായത് നേരം പുലരുന്നേയുള്ളൂ, ആ നേരത്ത് ഈ പ്രതികൾ വീട്ടിലേക്ക് എത്തുകയും ഈ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും മുന്നിലിട്ട് ഈ പ്രതിയെ ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 30ഓളം മുറിവുകളാണ് ഉള്ളതിൽ. അതിൽ പകുതിയിലധികം മുറിവുകളും ആഴത്തിലുള്ളതാണ്. ആ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ണിൽ കരടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും BJP നേതാക്കളെ ഇവർ ഉന്നം വെച്ചിരുന്നു. അത്തരത്തിലൊരു നേതാവ് തന്നെയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പ്രതികൾ പ്രത്യേക പരിശീലനം നേടി എന്നും ഗൂഢാലോചന നടത്തി, രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തിയെന്നും ഈ പ്രതികൾ നടത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒപ്പം ഈ എങ്ങനെ കൊലപാതകം നടത്താം എന്നത് സംബന്ധിച്ച് പ്രതികൾ വലിയ തോതിലുള്ള മുന്നൊരുക്കവും നടത്തിയിരുന്നു. അതിനാനുപാതികമായാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഏതായാലും കേരളത്തെ നടുക്കിയ കൊലപാതകത്തിൽ 15 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും കുറ്റക്കാരാണ് എന്നൊരു വിധിയാണ് ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഒപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട മാവേലിക്കര സെഷൻസ് കോടതി പറഞ്ഞത് എന്നുകൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത് കൊലക്കേസ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് കാരണമായിരുന്നു. രഞ്ജിത്തിനെ കൊല ചെയ്യണം എന്നൊരു ഉദ്ദേശം പോപ്പുലർ ഫ്രണ്ടിന് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ആലപ്പുഴയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. കേരളത്തെ നടുക്കിയ 2 കൊലപാതകങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഈ കൊലപാതകത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രതികാരമാണ് ഈ കൊലയ്ക്ക് കാരണമായത്. ഏതായാലും ഈ കേസിന്റെ നാൾവഴികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഡിസംബർ 19 ആണ് ഈ കൊലപാതകം നടക്കുന്നത്. 2021 ഡിസംബർ 22 ആലപ്പുഴ DYSP PNR ജയരാജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മാർച്ച് 18 15 പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു. ഏപ്രിൽ 23 അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയായിരുന്നു. ഏപ്രിൽ 26 കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നു. ഈ പ്രതികൾ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം ഈ കേസ് ഇവിടെ നിന്ന്, അതായത് ഈ ആലപ്പുഴയിൽ നിന്ന് മാറ്റണം എന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ കേസ് വൈകിപ്പിക്കാൻ വേണ്ടി പ്രതികൾ ഈ ആളുകളെ, അതായത് അഭിഭാഷകരെ ലഭിക്കുന്നില്ല എന്നൊരു വാദവും കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ 49 ദിവസത്തെ വിചാരണയ്ക്കൊടുവിൽ SDPI 15 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും കുറ്റക്കാരാണെന്ന ഒരു വിധി ആലപ്പുഴ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 26 കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ഒക്ടോബർ 10 പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് വിചാരണ മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ഡിസംബർ 16 കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഈ 15 പ്രതികളെയും കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത് ഡിസംബർ 15 2023 ജനുവരി 16 കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 16 മുതൽ തുടങ്ങാൻ മാവേലിക്കര സെഷൻസ് കോടതി VG ശ്രീദേവി ഉത്തരവിട്ടു. ഫെബ്രുവരി 16 പ്രതികൾ അഭിഭാഷകരെ നിയോഗിക്കാൻ സമയം ആവശ്യപ്പെടുകയാണ്. സാക്ഷി വിസ്താരം മാർച്ച് 1 തുടങ്ങാൻ കോടതി തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്രതികൾ വിചാരണ സ്റ്റേ ചെയ്യാനായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മാർച്ച് 1 വിചാരണ നടപടികൾ 15 ദിവസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഏപ്രിൽ 17 ശക്തമായ പോലീസ് സുരക്ഷയിൽ സാക്ഷി വിസ്താരം ആരംഭിച്ചു. മെയ് 5 ഹൈക്കോടതി വിചാരണ നടപടികൾ 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ജൂൺ 24 വീണ്ടും കോടതി മാറ്റം ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ജൂലൈ 12 മുതൽ സാക്ഷി വിസ്താരം പുനരാരംഭിക്കാൻ കോടതി ഉത്തരവിട്ടു. ഒക്ടോബർ 28 49 ദിവസം നീണ്ടുനിന്ന 156 സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായത്. ഒക്ടോബർ 13 പ്രതികളെ കോടതി ചോദ്യം ചെയ്തു. 6000-ഓളം പേജുകളിലായി വിവരങ്ങൾ രേഖപ്പെടുത്തി. ഡിസംബർ 15 കേസിൽ അന്തിമവാദം പൂർത്തിയാവുകയും ചെയ്തു. ഒപ്പം ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. 15 പ്രതികളും കുറ്റക്കാരാണ് എന്നൊരു വിധിയാണ് വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് കാരണമായ ഒരു കേസ് കൂടിയാണ് ഈ രഞ്ജിത്ത് വധക്കേസ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. 30 മുറിവുകളാണ് രഞ്ജിത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും കൺമുന്നിൽ വെച്ചാണ് ഈ രഞ്ജിത്ത് എന്ന യുവാവിനെ സുവിയിലേക്ക് വരാം. ഇപ്പോൾ BJP മുൻ ജില്ലാ പ്രസിഡന്റ് സോമൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സോമൻ,
രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം? അല്ല, കോടതിക്ക് ഉത്തമമായി ഈ കാര്യത്തിൽ ബോധ്യം വന്നു എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവനത്തിന് അടിസ്ഥാനമായി നാം കാണേണ്ടത്. മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി പറയുന്നു. അതോടൊപ്പം കോടതി പറയുന്നു ഇത് നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്നും കോടതി പറഞ്ഞു വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന് താൽക്കാലികമായി പറയാം. വിധിയുടെ വിശദാംശങ്ങൾ വരുന്ന സന്ദർഭത്തിൽ മാത്രമായിരിക്കും അതിനോട് കൂടുതൽ പ്രതികരിക്കാനായിട്ട് സാധിക്കാം. ശ്രീ സോമൻ, താങ്കൾ എങ്ങനെയാണ് ഈ സമയത്ത് അതിനെ ഒന്ന് ഓർത്തെടുക്കുന്നത്? ആ വിചാരണ സമയവും മറ്റു കാര്യങ്ങളും, ആ കുടുംബത്തിന്റെ അവസ്ഥയും എല്ലാം. അതെ, രഞ്ജിത്ത് ശ്രീനിവാസൻ സൗമ്യനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അതോടൊപ്പം നല്ല അഭിഭാഷകനുമായിരുന്നു. ആലപ്പുഴയുടെ തീരദേശം കേന്ദ്രീകരിച്ച് സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ സുസ്ഥിരമായിട്ടുള്ള സമാധാനപൂർവമായിട്ടുള്ള പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ച കൊലപാതകമാണ്. ഇങ്ങനെയൊന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതേയില്ല. പ്രകോപനപരമായ ഒരു പ്രവൃത്തിയിലും രഞ്ജിത്ത് ശ്രീനിവാസൻ പൊതുപ്രവർത്തനത്തിനിടയിൽ ഇടപെട്ടിട്ടേയില്ല. ഉറക്ക മുദ്രാവാക്യം വിളിക്കുകയോ പ്രകോപനപരമായി പ്രസംഗിക്കുകയോ പൊതുപ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ പരിഹസിക്കുക പോലും ചെയ്യാത്ത സൗമ്യനായ വളരെ സമാധാനകാംക്ഷിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ. പാവപ്പെട്ട ആളുകൾ തന്നെ സമീപിച്ചാൽ അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി അവരെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. ആ രഞ്ജിത്ത് ശ്രീനിവാസനെ തെരഞ്ഞുപിടിച്ച് ഈ മതതീവ്രവാദികൾ കൊന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആ മൃതദേഹം കണ്ടവർക്കൊരിക്കലും അത് മറക്കാൻ സാധ്യമല്ല. പല കൊലപാതകങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് കൊലപാതകത്തിനും അപ്പുറത്തേക്ക് ഭീകരവാദികൾ പോലും ചെയ്യാൻ മടിക്കുന്ന കൊലപാതകം. ഏറ്റവും ഭാരമുള്ള ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുമ്പോ കണ്ണ് പുറത്തേക്ക് തെറിക്കുന്ന സാഹചര്യം, പല്ല് പുറത്തേക്ക് അടർന്നു മാറി വരുന്ന സാഹചര്യം. ഇതിന് സാക്ഷിയാകുന്നത് സ്വന്തം സഹോദരൻ, ഇത് കണ്ടുകൊണ്ട് വരുന്നത് ഭാര്യ, ഇളയ മകള്, അമ്മ, ഇവരെല്ലാം ആ കുടുംബത്തിൽ ഇത് കാണുകയാണ്. പച്ച ജീവൻ കിടന്നു പിടയ്ക്കുന്നത് കണ്ട അമ്മയും ഭാര്യയും മക്കളും സഹോദരനുമാണ് ഇതിൽ സാക്ഷികളായി മാറിയത്. ഇന്ന് വരെ നിരവധി മൃതദേഹങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിനിടയിൽ. ഈ മൃതദേഹം കാണാൻ വേണ്ടി മോർച്ചറിയിൽ കയറുമ്പോ ദിവസങ്ങളോളം മനസ്സ് മരവിച്ചു പോകുന്ന, ഉറക്കം നഷ്ടപ്പെടുന്ന അത്ര പൈശാചികമായിട്ടുള്ള കൊലപാതകമാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ കേരളം കണ്ടത്. അതാണ് ഇപ്പോൾ താങ്കൾ തുടരണം. ഇപ്പോൾ പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വിധി പ്രസ്താവത്തിന് ശേഷം കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ 15 പേരും SDPI പ്രവർത്തകരാണ്. ഈ SDPI പ്രവർത്തകർ 15 പേരും കുറ്റക്കാരെന്ന് കോടതി അല്പസമയം മുമ്പാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ശിക്ഷ ഇന്നുണ്ടാകുമോ, ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാവേലിക്കര കോടതിയിൽ നിന്നും പ്രതികളെ വിധി കേട്ട ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. മാവേലിക്കര കോടതിയിൽ നിന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത്. ഈ 15 പേരും കുറ്റക്കാരാണ് എന്നാണ് അല്പസമയം മുമ്പ് ജഡ്ജി VG ശ്രീദേവി വിധി പ്രഖ്യാപിച്ചത്. 15 പേരും SDPIയുടെ പ്രവർത്തകരാണ്. നിഷ്ഠൂരമായ കൊലപാതകമാണ് ചെയ്തത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം ഇതുവഴി മനസ്സിലാക്കാൻ. വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് എതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരുന്നത്. മറ്റ് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നവർക്കെതിരെ ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ശരണ്യ, വിധി പ്രസ്താവത്തിന്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു.
അശ്വതി, തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് മാവേലിക്കര കോടതിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള മാവേലിക്കര ജയിലിലേക്കാണ് ഇപ്പോൾ പ്രതികളെ കൊണ്ടുവന്നത്. ഇവിടെ തന്നെയാണ് പ്രതികൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. വിസ്താരത്തിന്റെയും വിചാരണയുടെയും ഒക്കെ ഭാഗമായി പ്രതികളെ പാർപ്പിച്ചിരുന്ന ജയിൽ ഇതാണ്. അതുകൊണ്ട് തന്നെ കോടതിയോട് ചേർന്ന് തന്നെയുള്ള പോലീസ് ജയിലിലേക്കാണ് ഇപ്പോൾ പ്രതികളെ മാറ്റിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു രഞ്ജിത്തിന്റേത് എന്നുള്ളതാണ്. അതായത് വീട്ടിൽ 60 വയസ്സുള്ള അമ്മ, ഒപ്പം തന്നെ 13 വയസ്സുള്ള മകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ്. നമുക്ക് ആലപ്പുഴയെ ഞെട്ടിച്ച 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 2 ഇരട്ട കൊലപാതകങ്ങൾ, ഒന്ന് ഷാന്റെയും മറ്റൊന്ന് രഞ്ജിത്തിന്റെയുമായിരുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഈ കൊലപാതകം. മാവേലിക്കര ജയിലിലേക്കാണ്, കോടതിക്ക് സമീപമുള്ള ജയിലിലേക്ക് തന്നെയാണ് പ്രതികളെ കൊണ്ടുപോകുന്നത്. ഈ ജയിലിൽ തന്നെയായിരുന്നു ഇവർ റിമാൻഡിലുണ്ടായിരുന്നത്. ഇപ്പോൾ ശിക്ഷാവിധി കേട്ട ശേഷം, വിധി പ്രസ്താവം കേട്ട ശേഷം പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ജയിലിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖത്ത് ഭാവഭേദമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു. തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച ശേഷം 30ഓളം മുറിവുകൾ ശരീരത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസന്റെ അതിനിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത 15 പ്രതികളും കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ശരണ്യ, തുടരാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ നിഷ്ഠൂരമായ കൊലപാതക കേസിൽ, രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതക കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മറ്റ് ശിക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച പറയുമെന്നുള്ളതാണ് മാവേലിക്കര കോടതി സെഷൻസ് ജഡ്ജി ശ്രീദേവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കേസുകളിൽ ഒന്നാണ് രഞ്ജിത്തിന്റെ കൊലപാതക കേസ് എന്നുള്ളതാണ്. ആലപ്പുഴയെ തന്നെ ഞെട്ടിച്ച 2 ഇരട്ട കൊലപാതകങ്ങൾ. അത് ഷാന്റെ SDPI നേതാവ് ഷാന്റെ കൊലപാതകം നടന്ന മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആലപ്പുഴ നഗരത്തിനുള്ളിൽ മറ്റൊരു കൊലപാതകം നടന്നു എന്നുള്ളതായിരുന്നു. അതും ഇത്തരത്തിൽ വളരെ, അതായത് ഡിവൈഎസ്പി ഓഫീസിന്റെയൊക്കെ മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലായിരുന്നു അന്ന്. ഈ രീതിയിൽ രഞ്ജിത്ത് ആലപ്പുഴയിലെ ഒരു റെസിഡൻഷ്യൽ കോളനിക്കുള്ളിൽ കയറി ഇത്തരത്തിൽ ബൈക്കിൽ വന്ന 15ഓളം SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കൊല ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വളരെയധികം വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. കാരണം അമ്മയുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച്, ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് അതിനിഷ്ഠൂരമായി അത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുഖമൊക്കെ തന്നെയും വികൃതമായ സാഹചര്യത്തിൽ ആയിരുന്നു രഞ്ജിത്തിനെ അന്ന് കിടന്നത്. അതുപോലെ തന്നെ പോലീസ് ആ വീട്ടിലേക്ക് എത്തുന്നത് വരെ ആ കുട്ടികളടക്കം ആ കാഴ്ച കണ്ട് ആ വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ 15 പ്രതികളിൽ 8 പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന അടക്കമുള്ള 15 പ്രതികൾ, ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന്റെ സാക്ഷി വിസ്താരത്തിൽ 156 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. അതിനകത്ത് തന്നെ ഈ സാക്ഷികളായി എത്തിയ ആളുകൾ ഈ കുട്ടിയും അമ്മയും അടക്കമുള്ള ആളുകളായിരുന്നു. അവരുടെ അതിവൈകാരികമായ രംഗങ്ങളിലൂടെയൊക്കെയായിരുന്നു അന്ന് ഈ സാക്ഷി വിസ്താരം അടക്കമുള്ള കാര്യങ്ങൾ കടന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസിനകത്താണ് ഇപ്പോൾ അത്തരമൊരു വിധി വന്നിരിക്കുന്നത്. അതായത് 8 പേർക്ക് ഈ കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, കൃത്യമായ ഒരു പ്ലാനിംഗ് ഈ കേസിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പങ്കുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതിനകത്ത് മറ്റ് ശിക്ഷാവിധി അടക്കമുള്ള കാര്യങ്ങൾ പറയും. 49 ദിവസം നീണ്ടുനിന്ന വിചാരണയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലേത്. അത് മാത്രമല്ല, ഈ കേസിനകത്ത് ആദ്യഘട്ടങ്ങൾ മുതൽ തന്നെ പല നാടകീയ സംഭവങ്ങൾക്കും ഈ കോടതി വേദിയാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ഈ കേസ് എടുത്തതിനു ശേഷം ഡിസംബർ 19 ഈ കേസ് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പ്രതികളെ പിടിക്കുന്നു. 15 പ്രതികൾ പിടിയിലാകുന്നു. വിചാരണയിലേക്ക് എത്തിയ സമയത്ത് ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള ആവശ്യം പ്രതികൾ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം അതിന് അവർ കാരണമായി പറഞ്ഞത് ഇവർ 2 പേരും അഭിഭാഷകർ, അതായത് കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ ഭാര്യയും ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ കോടതിയിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള ആവശ്യവുമായി അവർ കോടതിയെ സമീപിക്കുന്നു. തുടർന്നാണ് ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റുന്നത്. പിന്നീട് ആ കേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ അഭിഭാഷകനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പല ഘട്ടങ്ങളിലും നീട്ടിക്കൊണ്ടു പോകാനായി ശ്രമിച്ചു. അഭിഭാഷകർ തങ്ങൾക്ക്
വാദങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്നില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ കേസ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഹൈക്കോടതിയെ പ്രതികൾ സമീപിക്കുന്നു. ഹൈക്കോടതി ഒരു സമയപരിമിതി പരിധി അവർക്ക് കൊടുക്കുന്നു. അതിനുള്ളിൽ അഭിഭാഷകരെ കണ്ടെത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു, കാര്യങ്ങൾ പരിഗണിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് ഹൈക്കോടതി ആ സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും ഈ കേസിനകത്ത് അത്തരത്തിൽ അഭിഭാഷകർ ഇല്ല എന്നുള്ള ന്യായം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുകയും സുപ്രീം കോടതി അടക്കം ഇവർ ഇക്കാര്യങ്ങൾ ഹൈക്കോടതി ആവശ്യം തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതി അടക്കം സമീപിക്കുകയും ചെയ്യുന്നു. ഈ സുപ്രീം കോടതി പിന്നീട് അത് ഹൈക്കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് വീഴണം എന്നുള്ള നിർദ്ദേശത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ 49 ദിവസം നീണ്ടുനിന്ന 156 സാക്ഷികളടക്കം വിസ്തരിച്ച കേസിലാണ് 8 പ്രതികൾ നേരിട്ട് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള വിധി പ്രസ്താവത്തിലേക്ക് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് മാവേലിക്കര കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ജഡ്ജി ശ്രീദേവി ഈ വിധി പ്രസ്താവിച്ചത്. 15 പേരും SDPI പ്രവർത്തകരാണ്. ആ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശരണ്യ, ശിക്ഷാവിധി പ്രസ്താവം ഇനി എപ്പോഴാണ് ശിക്ഷ ഇക്കാര്യത്തിൽ പ്രസ്താവിക്കുക? ഒപ്പം വിധി പ്രസ്താവത്തിൽ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ? അഭിഭാഷകരുടെ ഈ വിധി എങ്ങനെയാണ്? വിധി 15 പേരും കുറ്റക്കാരാണെന്നുള്ളത് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സംതൃപ്തയാണ്. ഇനി എന്താണ് വിധി എന്നുള്ള കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പരമാവധി എല്ലാവരും 3 നോട്ട് പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 8 പേര് മാത്രമേ കൊലക്കുറ്റം ചുമത്തപ്പെട്ടുള്ളൂ, ബാക്കിയുള്ള 15 പേര് അല്ല, അങ്ങനെയല്ല. അത് എല്ലാവരിലും 3 നോട്ടും ഉണ്ട്. അത് ഓരോരോ സെക്ഷൻ വൈസ് ആണ്. അത് കുറച്ചുകൂടെ ഇതായിട്ട് പ്രോസിക്യൂട്ടർ പറയും കാര്യമായിട്ട്. വിധിയിൽ സംതൃപ്തരാണോ ഇന്നത്തെ? അതെ അതെ, 15 പേരും കുറ്റക്കാരാണെന്ന് പറഞ്ഞതിൽ സംതൃപ്തരാണ്. അമ്മ എങ്ങനെ കാണുന്നു ഈ വിധിയെക്കുറിച്ച് കേട്ടായിരുന്നു? പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? പിന്നെ തീർച്ചയായിട്ടും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. ഓക്കെ, താങ്ക് യു. ശരി. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബമാണ് കോടതി വളപ്പിൽ വിധി കേൾക്കാനായി എത്തിയിരുന്ന കുടുംബമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഈ കുടുംബത്തിന് മുന്നിലിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇപ്പോൾ സന്ദീപ് വചസ്പതി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സന്ദീപ്, 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നു. താങ്കളുടെ പ്രതികരണം? തീർച്ചയായും ഏറെക്കാലമായി നമ്മൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് ഇത്. കാരണം അമ്മയുടെയും ഭാര്യയുടെയും പിഞ്ചു മക്കളുടെയും കൺമുൻപിലിട്ട് ഒരു നിസ്സഹായനായ ഒരു മനുഷ്യനെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അതിമാരകമായി ക്രൂരമായി ദാരുണമായി കൊലപ്പെടുത്തിയ ഒരു സംഭവമാണിത്. ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അതിക്രൂരമായി നടന്നിട്ടുള്ള കൊലപാതകമാണിത്. PFI ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചില്ലെങ്കിൽ ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഭാരതത്തിൽ ആവർത്തിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി നിയമവിദഗ്ധർ, പ്രിയപ്പെട്ട പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയതിന്റെ ഫലമാണ് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിധി ഈ കുറ്റക്കാരാണ്, ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തീവ്രവാദത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. യാതൊരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാകില്ല. കോടതി വളപ്പിലേക്ക് വിധി കേൾക്കാനെത്തിയ കുടുംബവും BJP പ്രവർത്തകരും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സന്ദീപ് വചസ്പതി, സന്ദീപ്, അവിടെ നിന്നുള്ള പ്രതികരണം വന്നതുകൊണ്ടാണ് താങ്കളിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയത്. താങ്കൾക്ക് തുടരാം.
അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏറെ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിധി തന്നെയാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്ന വിധിയുമാണ്. ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അമ്മയുടെയും ഭാര്യയുടെയും പിഞ്ചു മക്കളുടെയും മുമ്പിലിട്ട് അതിരാവിലെ വീട് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ട് കഴിവില്ലാത്തതായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനോ പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം, ഒരു പ്രകോപനവും ഇല്ലാതെ ചെയ്ത ഒരു കൊലപാതകം. അപ്പൊ തീർച്ചയായും അതിന് ഇത്തരത്തിലൊരു വിധി തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരമാവധി ശിക്ഷ, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെയും പാർട്ടിയുടെയും ഒക്കെ നിലപാട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഇപ്പോൾ കൃത്യമായി ആ കേസിനെ മുൻപോട്ടേക്ക് നയിച്ച പ്രോസിക്യൂഷൻ, അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പഴുതടച്ച അന്വേഷണം തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരെ നടത്തിയിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും അവിടെയുള്ള അന്വേഷണം ഒന്നുകൂടി തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പ്രോസിക്യൂട്ടർ സംസാരിക്കുകയാണ്. കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 മുതൽ 12 വരെ പ്രതികൾ, അകത്ത് കയറിയ 1 മുതൽ 8 വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു നിന്ന 9 മുതൽ 12 വരെ പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 13, 14, 15 പ്രതികൾ, അവരെയും ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിന്റെയും സഹായത്തിൽ 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി. അതുകൂടാതെ തന്നെ ഇപ്രകാരമുള്ള കൊലപാതകം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിന്റെ മാതാവിനെയും രഞ്ജിത്തിന്റെ ഭാര്യയെയും ഉപദ്രവിച്ച പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യവും കോടതി കണ്ടെത്തി കഴിഞ്ഞു. വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറുകയും അതുപോലെ തന്നെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കടന്നു കയറിയ കുറ്റകൃത്യങ്ങള്, അതേപോലെ തന്നെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ കുറ്റകൃത്യങ്ങള്, തെളിവ് നശിപ്പിച്ച കുറ്റകൃത്യങ്ങൾ, ഇവയെല്ലാം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതായിട്ടാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റമുണ്ട്. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റോ ഈ പ്രതികൾക്ക് അർഹമാണ് എന്നുള്ള തരത്തിലേക്കാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മൃഗീയമായ കൊലപാതകമാണെന്നാണ് പ്രോസിക്യൂട്ടർ ഏറ്റവും അവസാനം. തീർച്ചയായും. കാരണം ഏത് കൊലപാതകങ്ങളും നിഷ്ഠൂരമാണ്. പക്ഷേ ഒരു വാളിനെ അയാളുടെ വീട്ടിൽ കയറി അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് വിളിച്ചുണർത്തി അതിമാരകമായ രീതിയിൽ സ്വന്തം പ്രായമായ അമ്മയുടെയും കുഞ്ഞിന്റെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അതിനിഷ്ഠൂരമായി ഏകദേശം 56ഓളം മുറിവുകൾ ഏൽപ്പിച്ച് മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ ബലികർമ്മങ്ങൾ ചെയ്യാൻ പോലും ഒരു മുഖം അവശേഷിക്കാത്ത തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ അത് അപൂർവമായ കേസാണ് എന്നുള്ള തരത്തിലുള്ള വാദമാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച ഈ കേസിനകത്ത് പ്രതിഭാഗത്തിന് ശിക്ഷയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും കോടതി ശിക്ഷ എന്താണ് എന്ന് പറയാനുള്ള തീയതി നിശ്ചയിക്കും. അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഒരു വിജയമാണ്. തീർച്ചയായും അന്വേഷണം വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം നടത്തി 176 സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന് അണിനിരത്തിയത്. അതിൽ 156 സാക്ഷികളെ കോടതി നിശ്ചയിച്ചു. 1000-ഓളം രേഖകള്, 100-ൽ പരം തൊണ്ടി സാധനങ്ങള്, 6000-ൽ പരം പേജുകളിലുള്ള 313 ചോദ്യങ്ങളെ, ഏകദേശം 15,000-ഓളം പേജിലുള്ള സാക്ഷിമൊഴികൾ, വിശദമായ ഒരു തെളിവെടുപ്പാണ് ഈ കേസ് നടന്നത്. ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാക്കിയ ആളുകളെ വെച്ചിട്ടുണ്ടെന്നും അതിന് ഒരു കൊലപാതകം ഒരു അടിയുണ്ടായാൽ തിരിച്ചടി നടക്കുന്ന രീതിയിൽ ഹിറ്റ് ലിസ്റ്റുകളുണ്ടെന്നൊക്കെ രീതിയിൽ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ വാർത്ത നടത്തുന്നു. അതൊക്കെ അവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം, വയലാറിൽ നന്ദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ്, ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞത് ഈ കേസിലെ ഒരു പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ആ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞു. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. 3-ാം പ്രതി അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. അതിൽ 1ാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന്റെ പേര് തന്നെയായിരുന്നു. അത് ധാരാളം പേരുടെ മറ്റു പേരുകൾ ഇനിയുണ്ട്. ഈ കേസിൽ 31 പ്രതികളുണ്ടല്ലോ മൊത്തം. അതിൽ 2ാമത്തെ കുറ്റപത്രത്തിന്റെയും നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ 12 പേരെയും ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 3 പേരും ഉൾപ്പെടെ 15 പ്രതികൾക്കെതിരെയാണ് ആദ്യത്തെ സെറ്റ് കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുള്ളത്.
തുടർന്ന് ഈ കേസിനകത്ത് ഈ കൊലപാതക കുറ്റത്തിന് സഹായികളായി നിന്നവരും ഗൂഢാലോചന പങ്കാളികളായ മറ്റുള്ളവർക്കെതിരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം അടുത്ത സമയത്ത് തന്നെ പൂർത്തിയായി റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കുറ്റപത്രം വിഭജിച്ചതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാനും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിച്ചു. അത് കുറ്റപത്രം വിഭജിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി കേസിനകത്ത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായവർക്കെതിരെയുള്ള അന്വേഷണം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഏജൻസിയുടെ വിജയം. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രോസിക്യൂട്ടറുടെ വാക്കുകളാണ് കേട്ടത്. പ്രതികൾ എല്ലാം SDPI പ്രവർത്തകരാണ്. മുഴുവൻ പ്രതികൾക്കും എതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്, കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ശിക്ഷ പിന്നീട് പറയും. 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിഷ്ഠൂരമായ കൊലപാതകമെന്ന് കോടതി പറഞ്ഞു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ്, പ്രായമായ അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിന്റെയും മുന്നിൽ വെച്ചാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. അതിൽ ഇപ്പോൾ വന്ന വിധിയിൽ സമാധാനമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. മുഴുവൻ പേരും കുറ്റക്കാരാണ് എന്ന കോടതി വിധിയിൽ തൃപ്തിയുണ്ട് എന്നാണ് പറഞ്ഞത്. വിധി പ്രസ്താവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ അല്പസമയത്തിനകം ചേരും. എന്തായാലും മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിചാരണ ഇപ്പോൾ ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത്? വിധി പ്രസ്താവത്തിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഒരു തിരുത്തുണ്ട്. അതായത് 1 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട്. അതായത് കൊലപാതക കുറ്റം ഈ 15 പ്രതികളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, 3-ാം പ്രതിയായ അനൂപിന്റെ ടെലിഫോണിൽ നിന്നും അതായത് ഈ നമുക്കറിയാം ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെയും ഷാന്റെയും കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് വയലാറിൽ RSS പ്രവർത്തകനായ നന്ദു കൊല ചെയ്യപ്പെട്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ഹിറ്റ് ലിസ്റ്റ്, അതായത് വയലാറിൽ ഉണ്ടായ സംഭവത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ ഭാഗമായി SDPI പ്രവർത്തകർ തന്നെ ഒരു ലിസ്റ്റ്, തിരിച്ചടി നൽകേണ്ടവർ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഈ ലിസ്റ്റിൽ 1-ാമത്തെ പേരുകാരനായ രഞ്ജിത്ത് ശ്രീനിവാസന്റെ പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് അന്വേഷണ സംഘം അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് 3-ാം പ്രതിയായ അനൂപിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ആ ലിസ്റ്റ് കണ്ടെത്താനായി വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആ മൊബൈൽ ഫോൺ കണ്ടെത്തുകയും ആ മൊബൈൽ ഫോണിൽ ആ ലിസ്റ്റ് കണ്ടെത്തുകയും രഞ്ജിത്തിന്റെ പേര് 1-ാമതായി കണക്ക് കൂട്ടിയിരുന്നു എന്നുള്ളത് അവർക്ക് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുന്നു. ഇതടക്കമുള്ള നിർണായകമായ തെളിവുകളാണ് ഈ കേസിൽ പ്രധാനമായി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. 1000-ഓളം രേഖകൾ പരിശോധിച്ചു. 100 തൊണ്ടി മുതലുകളും ഒപ്പം തന്നെ 1400 പേജ് വരുന്ന കുറ്റപത്രവുമായിരുന്നു. 49 ദിവസം നീണ്ടു നിന്ന വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. ഇവര് 15 പ്രതികളും SDPI പ്രവർത്തകരാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം, വളരെയധികം ചർച്ചയായ 2 രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു. ഒന്ന് SDPI നേതാവായ ഷാന്റെയും മറ്റൊന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെയും. അതായത് OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാന ഭാരവാഹിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെയും കേസ്. ഇതിൽ തന്നെ ഈ വയലാറിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ തുടർച്ചയാണ് ഈ 2 സംഭവങ്ങളിലേക്കും നയിച്ചത് എന്നുള്ള കണക്കുകൂട്ടൽ കൃത്യമായി അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഈ കേസിൽ അത്തരത്തിലൊരു തിരിച്ചൊരു പ്രതികാര നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്തി വെക്കുന്നതിൽ 1-ാമത്തെ പേരുകാരനായ രഞ്ജിത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് നിർണായക തെളിവായ ആ കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന് ഈ കേസിലെ 3-ാം പ്രതിയായ അനൂപിന്റെ ഫോണിൽ നിന്നും കണ്ടെത്താനായത്. ഈ പ്രതികളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് 1-ാം പ്രതി നൈസാം, 2-ാം പ്രതി അജ്മൽ, ഒപ്പം തന്നെ 3-ാം പ്രതി അനൂപ്, 4-ാം പ്രതി മുഹമ്മദ് അസ്ലം, 5-ാം പ്രതി സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മുൻഷാദ്, ജസീബ് രാജ, നവാസ്, ഷമീർ, നസീർ, സക്കീർ ഹുസൈൻ, ഷാജി പൂത്തങ്കൽ, ഷർനാസ് അഷറഫ്, ഇത്രയും പേരാണ് പ്രതികളായുള്ളത്. ഇതിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ആദ്യത്തെ 8 പ്രതികൾ നേരിട്ട് ഈ കേസിൽ ഇൻവോൾവ് ആയ ആളുകളും ഒപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളും ആണ് പങ്ക് എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ 15 പ്രതികൾക്കും കൊലപാതക കുറ്റത്തിൽ നേരിട്ട് പങ്കുണ്ട്. അതായത് കൊലപാതക കുറ്റം ഈ 15 പ്രതികളുടെ മേലിലും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ആ ദൃശ്യ
ദൃശ്യങ്ങൾ കാണുന്നത് രഞ്ജിത്തിന്റെ അമ്മയാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഈ രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും കൂടെയുള്ള നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടി അടക്കമുള്ള ആളുകളുടെ മുന്നിൽ വെച്ചാണ് അതിനിഷ്ഠൂരമായ ഈ കൊലപാതകം നടന്നത്. മാത്രമല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് അത്തരത്തിലൊരു സംഭവം നടന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിലെ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ 6:30 പോലെയുള്ള രാവിലെ 6:30 മണിക്ക് കയറി അത്തരത്തിലൊരു കൊലപാതകം നടത്തിപ്പോയി എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം കനത്ത ബന്ദോബസ്ത്, ഷാനിന്റെ കൊലപാതകത്തിന് ശേഷം കനത്ത ബന്ദോബസ്തിലാണ് ആലപ്പുഴ നഗരം എന്ന പോലീസ് ബന്ദോബസ്തിലാണ് എന്ന് പറയുമ്പോൾ പോലും ഡിവൈഎസ്പി ഓഫീസിന്റെ മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയത്. അത് മാത്രമല്ല അതിന്റെ ഒരു സ്വഭാവവും അതും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത്തരത്തിലൊരു ആ ഒരു കൊലപാതകത്തിലേക്ക് ചെയ്ത ആ സംഭവം നടന്ന ഒരു രീതി, അത്തരം കാര്യങ്ങളടക്കം അത് വലിയ ഒരു ഞെട്ടലിലേക്ക് നിന്ന്. കാരണം മറ്റ് കർമ്മങ്ങളടക്കം നടത്താൻ കഴിയാത്ത രീതിയിൽ മുഖമടക്കം വികൃതമാക്കിക്കൊണ്ടായിരുന്നു ആ ഒരു കൊലപാതകം നടന്നത്. എന്തായാലും നമുക്ക് രഞ്ജിത്തിന്റെ ഭാര്യയുമായി ഒന്ന് സംസാരിക്കാം. ശശി, ഇപ്പോൾ കുറേ നാളുകൾ 49 ദിവസം നീണ്ടുന്ന ഒരു വിചാരണയ്ക്ക് ശേഷം ഒരു വിധി വന്നിരിക്കുന്നു. സാധാരണ രീതിയിലുള്ള ഒരു കൊലപാതകമേ അല്ലായിരുന്നു. ഒരു ആലപ്പുഴയിൽ റെസിഡൻഷ്യൽ കോളനിയിൽ കയറി പരസ്യമായ ഒരാളെ കൊലപ്പെടുത്തുക. എന്ത് തോന്നുന്നു ഈ നിമിഷം? വിധിയിൽ ആശ്വാസമുണ്ട്. 15 പേരും കുറ്റക്കാരാണെന്ന് കണ്ടതിൽ ആശ്വാസമുണ്ട്. ഈ ശിക്ഷ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പരമാവധി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കേസായിരുന്നു രഞ്ജിത്തേന്റെ ഒരു കേസ്. കാരണം ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേയില്ല. പ്രത്യേകിച്ച് കുട്ടികളടക്കം ആ ട്രോമയിൽ നിന്ന് മറികടന്നിട്ടുണ്ടോ ഇപ്പോഴും? ഇല്ല, ഇപ്പോഴും ഇല്ല. ഓരോ നിമിഷവും നമ്മൾ അതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതെന്തായാലും ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെയുള്ള വേദന തന്നെയാണത്. വിചാരണ കാലയളവും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായിരുന്നു. ആ ഓരോ നിമിഷങ്ങളും നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവർ കേസ് നീട്ടാനും പല പ്രാവശ്യം സ്റ്റേയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. എന്നാലും കോടതി അതിനെല്ലാം മേലെ സത്യത്തിൽ കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസമാണ് ശരിക്കും. അത് ഇവര് രണ്ടുപേരും അഭിഭാഷകരാണ്. രഞ്ജിത്തും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലിഷയും ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിചാരണ ആലപ്പുഴ കോടതിയിൽ നിന്ന് മാറ്റണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആ കേസ് നീട്ടിവെക്കാനുള്ള ശ്രമം ഉണ്ടായി. നാടകീയമായ ഒരുപാട് സംഭവങ്ങൾ കോടതിയിൽ ഒത്തിരി ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വരെ പോയതാണ് അവര്. ഏതായാലും സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധിക്ക് വിട്ടു. ഹൈക്കോടതി അടുത്ത സ്റ്റേഷൻ തൊട്ടടുത്ത അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റിയതായിരുന്നു. തിങ്കളാഴ്ച വിധി വരാൻ? തിങ്കളാഴ്ച അവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷമേ ശിക്ഷാവിധി പറയുകയുള്ളൂ. എന്തായാലും ഉറച്ചു വിശ്വസിക്കുന്നു കോടതി. നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്. അതാണ് അവർക്ക് പറയാനുള്ളത്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ആ സംഭവം നടന്നതിന് ശേഷമുള്ള വിചാരണ കാലയളവും വളരെയധികം ദുഃഖകരമായിരുന്നു. കാരണം ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് കുട്ടികളടക്കം ആ അമ്മയും മക്കളും അതിജീവനത്തിന് വേണ്ടിയും ഒപ്പം തന്നെ നീതിക്ക് വേണ്ടിയും അവർ പോരാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കുട്ടികളും കോടതിയിൽ കൃത്യമായി എത്തി ആ കാര്യങ്ങൾ അവർ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ്. ധൈര്യത്തോടു കൂടി അവർ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും കുറെ ദിവസങ്ങളായി നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ, അതായത് രഞ്ജിത്തിന്റെ പ്രായമായ അമ്മ ഉൾപ്പെടെ ആ കോടതിയിലെത്തി കാര്യങ്ങൾ പറയേണ്ടി വരുന്ന, തന്റെ കൺമുന്നിൽ സംഭവിച്ച കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. പക്ഷെ അവിടെ ഒന്നും പതറാതെ ആ കുടുംബം ഒന്നടങ്കം അവർ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. എന്തായാലും അതിനകത്താണ് ഇപ്പോൾ ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് മാവേലിക്കര സെഷൻസ് കോടതിയുടെ ആ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച പ്രതികളുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ളതാണ്. കുറെ ദിവസങ്ങളായി നീണ്ടുനിന്ന പോരാട്ടം, വളരെ നാടകീയമായ സംഭവങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് കേസ് മാറ്റിവെക്കാൻ തങ്ങൾക്ക് വേണ്ടി അഭിഭാഷകർ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നീട്ടിവെക്കാനായുള്ള പരമാവധി ശ്രമം നടത്തി. കോടതി ഒരു അഭിഭാഷകനെ ഈ കേസ് നിങ്ങൾക്ക് വേണ്ടി ഹാജരാകാൻ ആളില്ലെങ്കിൽ കോടതി തന്നെ ഒരു അഭിഭാഷകനെ വിട്ടു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തി. എന്നാൽ ആ അഭിഭാഷകനെ വേണ്ട എന്നുള്ള നിലപാട് വീണ്ടും പ്രതികൾ എടുക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. തങ്ങളുടെ കേസ് ആലപ്പുഴ കോടതിയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് മാറ്റിയ ശേഷം മാവേലിക്കരയിൽ നിന്നും കോടതി ജില്ല മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ ആ കാലയളവിലും ഈ കേസിന്റെ വിചാരണ നീണ്ടുപോകുന്ന, സാക്ഷി വിസ്താരം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി തള്ളുകയും സുപ്രീം കോടതി വരെ പോയതിനു ശേഷമാണ്, സുപ്രീം കോടതിയും തള്ളിയതിനു ശേഷമാണ് വീണ്ടും ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുകയും ഒപ്പം ഇപ്പോൾ അന്തിമവാദം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ വിധിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എത്ര ആശ്വാസകരമെന്ന് പറഞ്ഞാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗൃഹനാഥൻ നഷ്ടപ്പെട്ട സംഭവമാണ്. മാത്രമല്ല അമ്മയുടെയും 2 പെൺമക്കളുടെയും രഞ്ജിത്തിന്റെ അമ്മയും അടക്കം
മനസ്സിലാക്കുമെന്ന് ഉള്ള കുടുംബത്തിന്റെ ആശ്രയമായ വ്യക്തിയായിരുന്നു. എത്ര വിധി വരും എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ ആ ഒരു വേദന ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നു. കാരണം തങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് ആ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനവും അത് തന്നെയാണ്. ഈ ഹിറ്റ് ലിസ്റ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇനി വകവരുത്തേണ്ടവരുടെ പേരുകൾ SDPI പ്രവർത്തകർ തയ്യാറാക്കിയിരുന്നു. അതിൽ ആദ്യത്തേത് രഞ്ജിത്തിന്റെ ആണ് എന്ന് പറയുമ്പോഴും രഞ്ജിത്ത് ഒരു സൗമ്യമുഖമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നല്ലേ? അത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതും. തീർച്ചയായിട്ടും രഞ്ജിത്ത് എന്നുള്ള ഒരാളെ അത്തരം ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയാക്കുമെന്ന് ഒരിക്കലും ആ കുടുംബമോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി പോലീസോ പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു എക്സ്പെക്ടേഷനും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്താണ് അവിടെ ആ വീട്ടിൽ അങ്ങനെ ഒരു കടന്നാക്രമണം ഉണ്ടാകുന്നത്. ഒപ്പം എന്താ പറയുക, ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരാൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മൂന്നാം പ്രതിയായ അനൂപിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ എന്തെങ്കിലും രാഷ്ട്രീയമായ സംഭവങ്ങൾ ഉണ്ടായാൽ ആർക്കൊക്കെ അതിന് തിരിച്ചു പകരം ആർക്കൊക്കെ ചെയ്യണമെന്ന് അവർ തയ്യാറാക്കിയ പട്ടികയിൽ ഒന്നാമത്തെ ആളായി രഞ്ജിത്ത് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. OBC മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള രീതിയിൽ, ഒരു സംസ്ഥാന നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ അത് കണക്കാക്കിയിരുന്നു. നമ്മൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെയും നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ ഒരിക്കലും അങ്ങനെ അത്തരത്തിൽ ഈ വ്യക്തിയെ അവർ പരിഗണിക്കാനുള്ള സാധ്യതയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസും അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ ആ വീട് കേന്ദ്രീകരിച്ച് നൽകാതിരുന്നത്. അത് സാധാരണ രീതിയിൽ നടന്നു പോകുന്ന, സാധാരണ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ, അത്തരത്തിൽ ജനകീയനായ ഒരാൾ, ആ വീട്ടിലേക്ക് അത്തരത്തിലൊരു സംഭവം ഉണ്ടാവുമെന്ന് പോലീസ് പോലും കരുതുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രോസിക്യൂട്ടറുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും രഞ്ജിത്ത് എന്നത് അവരുടെ ലിസ്റ്റിൽ ആദ്യമായി ഉണ്ടായിരുന്ന ആള് ആണ് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ആ കേസിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആ ഒരു കണക്കുകൂട്ടലും ആ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഭവം ആ വീട്ടിൽ നടന്നത് എന്നുള്ളതാണ്. ആലപ്പുഴ നഗരഹൃദയത്തിലുള്ള ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ ഇത്രയും അധികം ആളുകൾ, 15ഓളം ആളുകൾ ഒരു ഇരുചക്ര വാഹനത്തിൽ പല ഇരുചക്ര വാഹനങ്ങളിലായി മുഖമടക്കം മറച്ചുകൊണ്ട് ഭീതി പരത്തുന്ന രീതിയിൽ സഞ്ചരിച്ച ഒരു വീട്ടിലേക്ക് കടന്നു കയറുക എന്നുള്ളത്, അത് നടന്നു എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. അത് BJP പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരോ എന്നുള്ളതല്ല, സാധാരണ മനുഷ്യർക്കിടയിൽ തന്നെ വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. അത്തരത്തിൽ പട്ടാപ്പകൽ ഒരു വീട്ടിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളത്, അതും ഇത്രയധികം പോലീസിന്റെ കനത്ത സുരക്ഷയിൽ, പോലീസിന്റെ കർശന പരിശോധന അവിടെ നടക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഇത്രയധികം ആളുകൾക്ക് ആ ഒരു വീട്ടിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. DYSP ഓഫീസിന്റെയൊക്കെ മീറ്ററുകൾ മാത്രം അകലത്തിൽ, ആ വ്യത്യാസത്തിൽ നടന്ന ഒരു സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. മാത്രമല്ല അവർ ഉപയോഗിച്ച അത് തിരിച്ച് പ്രതികാരം ചെയ്യുന്നതിനായി ഉപയോഗിച്ച രീതി അടക്കം അതിപൈശാചികവും ക്രൂരവുമായിരുന്നു. ആ രീതിയിൽ ആ രീതിയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. ആ ചെയ്ത രീതി തന്നെയാണ് അശ്വതി ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ വിധി വരുമ്പോൾ 15 SDPI പ്രവർത്തകരും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ശിക്ഷ പിന്നീട് ഉണ്ടാകും. തിങ്കളാഴ്ച ഈ പ്രതികളുടെ ഭാഗത്തും കൂടി കേട്ട ശേഷമാകും ശിക്ഷ വിധിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ശരണി സൂചിപ്പിച്ചതുപോലെ വളരെ ക്രൂരമായ ഒരു കൊലപാതകം. പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ എല്ലാ കൊലപാതകങ്ങളും ക്രൂരമാണ്. എങ്കിൽ പോലും ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തി അയാളുടെ വീട്ടിൽ വെച്ച് അമ്മയുടെയും ഭാര്യയുടെയും ചെറിയ മകളുടെയും മുന്നിൽ വെച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ രഞ്ജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അത് വലിയ കാര്യമായി തന്നെ കോടതി എടുക്കുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു. 15 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 8 പേരാണ് നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തത്. അന്ന് വീടിനുള്ളിലേക്ക് 10 പേരടങ്ങുന്ന സംഘം കയറി എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ, കോടതി വളപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, നേരത്തെ പ്രതികളെ അവിടെ അടുത്ത് തന്നെയാണ്, കോടതിക്ക് അടുത്ത് തന്നെയാണ് ജയിലും. ആ ജയിലിലേക്ക്, മാവേലിക്കര ജയിലിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ അവരെ അങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു. ഒപ്പം ഈ രഞ്ജിത്തിന്റെ കുടുംബം ഇപ്പോൾ കോടതി വളപ്പിൽ തന്നെയുണ്ട്. അവർ ആശ്വാസത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ശരണ്യ അല്പസമയം മുമ്പാണ് അവരുടെ കുടുംബവുമായി സംസാരിച്ചത്.
ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഈ ആസൂത്രണത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ 2021 ഡിസംബർ 18-നാണ് KS ഷാൻ SDPI സംസ്ഥാന സെക്രട്ടറി കൊല്ലപ്പെടുന്നത്. അന്ന് രാവിലെ വെട്ടിക്കൊലപ്പെടുത്തിയ രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്കകം തന്നെ അന്ന് വൈകിട്ട് തന്നെ ഈ രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ ഉള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ ബൈക്കുകളിൽ 15-അംഗ സംഘം ആ വീടിന് സമീപത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞു. അന്വേഷണത്തിൽ പിന്നീട് ഈ അന്വേഷണത്തിന്റെ ഫലമായി നമ്മൾ കേട്ട വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതാണ്. അന്ന് അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം പുലർച്ചെ വീട്ടിൽ കയറി ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തി എന്നുള്ളതാണ്. ആ ആസൂത്രണം അത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലാവുകയും അത് കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായി തെളിവുകളോടെ കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുകയും ചെയ്തു, അല്ലെ? തീർച്ചയായിട്ടും ഈ കേസിനകത്ത് 1400 പേജ് വരുന്ന കുറ്റപത്രമാണ് പോലീസ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 1400 പേജ് വരുന്ന കുറ്റപത്രമാണ് ഈ കേസിൽ സമർപ്പിച്ചത്. 1000-ഓളം രേഖകൾ സമർപ്പിച്ചു. 100 തൊണ്ടി മുതലുകൾ ഈ കേസിനായി പോലീസ് കോടതിയിൽ എത്തിച്ചു. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം CCTV ദൃശ്യങ്ങളായിരുന്നു. അതായത് ഈ രഞ്ജിത്ത് കൊല ചെയ്യപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് അവിടെ കൂടി പോയ ഇരുചക്ര വാഹനത്തിന്റെ ദൃശ്യങ്ങൾ, അതായത് ഇരുചക്ര വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ മുഖം അടക്കം മറച്ചുള്ള 15ഓളം പേർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കൃത്യമായി പുറത്തു വന്നിരുന്നു. അവര് ആലപ്പുഴയിലെ നഗരസഭയോട് ചേർന്നുള്ള ഭാഗത്ത്, മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള റോഡിൽ കൂടി കയറി രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് കടന്ന് ആ വഴി രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ, അതായത് തലേദിവസം രാത്രി തന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് അടുത്ത് കേന്ദ്രീകരിച്ച് ഇവര് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. രാത്രി 1 മണിയോടുകൂടി രഞ്ജിത്തിന്റെ വീടും പരിസരത്തും എത്തുന്നു. അവിടെ കൃത്യം നിർവഹിക്കാനായി എത്തുന്നു. പക്ഷേ ആ 1 മണിക്ക് അവിടെ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ അവർ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ കുട്ടി, അതായത് രഞ്ജിത്തിന്റെ കുട്ടി രാവിലെ ട്യൂഷന് പോകുന്ന സമയവും ഒപ്പം തന്നെ അമ്മ അമ്പലത്തിൽ പോകുന്ന സമയവും അടക്കമുള്ള കാര്യങ്ങൾ, ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങുന്ന സമയം അടക്കം, അത് റൊട്ടീൻ അവിടെ നിരന്തരം എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളടക്കം കൃത്യമായി വാച്ച് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് രഞ്ജിത്തിന്റെ വീടിന്റെ പുറകുവശത്തുകൂടി അങ്ങോട്ട് ആ വഴി അവിടെ അവസാനിക്കുകയാണ്. അവിടുന്ന് മറ്റ് പോലീസ് അടക്കം വരാൻ കഴിയാത്ത സാഹചര്യം ഉള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി, അതായത് ഇങ്ങനെ ഒരു തിരിച്ചടി നടന്നാൽ ഇത് പ്രധാനപ്പെട്ടത് നമുക്കറിയാം. വയലാറിലെ നന്ദുവിന്റെ കൊലപാതകം നടന്നു. വയലാറിലെ നന്ദുവിന്റെ കൊലപാതകത്തിന് ശേഷം പാലക്കാടത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ ഒരു SDPIക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ആ പ്രവർത്തകർക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ തിരിച്ച് ചെയ്യാനുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ്, ആ ഒരു ലിസ്റ്റ് എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് മാവേലിക്കര കോടതി വിധിച്ചിരിക്കുന്നു. ശിക്ഷാവിധി പ്രസ്താവം പിന്നീടാണ് ഉണ്ടാവുക. തിങ്കളാഴ്ച പ്രതികളുടെ ഭാഗം കൂടി കോടതി കേൾക്കും ശിക്ഷ വിധിക്കുന്നതിന് മുൻപ്. ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.